ഹലോ ഹായ്, ഞാനിന്ന് വന്നേക്കുന്നത് ഒരു നെക്ക് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നെയ്റ്റിയിൽ ചെയ്യണ നെക്കാണ് ഞാനിത് ചെയ്തെടുത്തേക്കുന്നത്. ഞാനപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ ഇതിന് മുമ്പ് ലൈവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നെയ്റ്റ് കട്ട് ചെയ്തേക്കണത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ബാലൻസ് നെയ്റ്റ് കട്ട് ചെയ്ത് ബാലൻസ് ഒരു 2 പീസ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്ത് ഞാനത് നെക്ക് ഇതിനകത്ത് ചെയ്യാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് വൈഡാണ് ഈ നെക്കിന് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ 6 ഇഞ്ച് നമ്മൾ ഈ പീസിൽ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്നാലാണ് വൈഡ് നമുക്ക് മാറിപ്പോവാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ കറക്റ്റ് ആ സെൻറ്ററിൽ വരണ രീതിയിലേക്ക് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന് ചുറ്റും അടിച്ചെടുക്കാം കേട്ടോ. ഈ സ്റ്റിഫ് നിങ്ങൾക്ക് ഈ സ്റ്റിഫ് തേച്ച് മുട്ടിക്കാം കേട്ടോ. ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങാണ് ചെയ്യണത്. രണ്ടായാലും ശരിയാണ്, ഏതാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാലൻസ് കിടക്കുന്ന പീസുകൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു പൈപ്പിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പച്ച കളറ് പീസിലാണ് പൈപ്പിങ് ചെയ്യണത്. അപ്പോൾ ഈ നെറ്റിക്ക് പച്ച ഡിസൈൻ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ പച്ച കളറിൽ നമുക്ക് പീസ് കൊടുത്ത് പൈപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കിൽ ഈ നെറ്റി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പൈപ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ക്രോസ് പീസിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ വലിയണ രീതിയിലുള്ള നന്നായിട്ട് ക്രോസായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ എല്ലാ നല്ല റൗണ്ട് ഷേപ്പിലും എല്ലാ ഭാഗവും അതേ ഷേപ്പിൽ തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ പൈപ്പിങ്ങിൽ തന്നെ ചെയ്യണം. നേരെയുള്ള പീസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്ര ഫിനിഷിങ് കിട്ടില്ല, മറിച്ച് കഴിയുമ്പോൾ അത് ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറച്ച് എഡ്ജിലും അല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നെറ്റിക്ക് ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ ചെയ്ത് നോക്കട്ടെ. ഇത് അത്യാവശ്യം കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അത് 4 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ പൈപ്പിംഗ് വീതിയിലോ നമുക്ക് വീതി ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പൈപ്പിങ്ങിൻ്റെ വീതിയിൽ തന്നെ വേണമെന്നില്ല, ഇച്ചിരി വീതി അധികമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അത്രയും വീതിയിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ചിലർക്ക് വീതി ഉള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വീതി കുറഞ്ഞതായിരിക്കും. ഞാൻ അത്യാവശ്യം പൈപ്പിംഗ് വീതിയിൽ നിന്ന് ഇച്ചിരി കൂടെ ഒരു ചെറിയ വീതി കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ പച്ച കളറ് കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നെറ്റിയിലേക്ക് വച്ചിട്ട് നല്ല ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഇതിനൊപ്പം ഞാൻ ഇടണില്ല. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ വീഡിയോക്ക് ലെങ്ത് അധികം ആവില്ല. അപ്പോൾ ഞാൻ ഈ നെക്കിൻ്റെ മാത്രം കാണിച്ചതാണ്. ഇനി നമുക്ക് ഇത് ആ നെറ്റി പീസിലേക്ക് വെച്ച് മറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അത് നെറ്റിയുടെ സ്റ്റിച്ചിങ്ങും ഈ നെക്കിൻ്റെ അടുത്ത ഭാഗമൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഒന്നും മറന്നു പോകരുത് കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.